ഈ മൂവിയിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും? ഭൂമിയുടെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം കൃത്യമായി ഇതിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ഭൂമി കറങ്ങുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി കറങ്ങുന്നത്, വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഈ സൺറൈസ് ഭാഗത്ത് നിൽക്കുന്ന ഒരാളിന് സൂര്യൻ ഉദിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. എന്നാൽ ആ ഭൂമി കറങ്ങി നൂൺ ഭാഗത്തെത്തുമ്പോൾ അവിടെ ഉച്ചയ്ക്ക് 12 മണിയായി തോന്നും. അതേപോലെ ആ ഭൂമി കറങ്ങി സൺസെറ്റ് ഭാഗത്തെത്തുമ്പോൾ ആള് തിരിഞ്ഞു നോക്കി സൂര്യനെ പറയും പടിഞ്ഞാറ് സൂര്യൻ അസ്തമിച്ചു എന്ന് പറയും. ശരിക്ക് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു തോന്നൽ മാത്രമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭൂമി കറങ്ങുന്നത് കൊണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. മറ്റൊരു പ്രത്യേകത, ഈ പ്രപഞ്ചത്തിൽ ടൈം പെർമനൻ്റായിട്ട് നിൽക്കുന്നു. ടൈമിന് ഒരു മാറ്റവും ഒരേപോലെ നിൽക്കുകയാണ്. ഈ ഭൂമി കറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് ഈ ടൈമിൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ എപ്പോൾ ഭൂമി കറങ്ങാതെ നിൽക്കുന്നോ ഇപ്പോഴേതാണ് ടൈം അത് തന്നെയായിരിക്കും, പിന്നെ ടൈമിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നൂൺ കാണുന്ന ഭാഗത്ത് എല്ലായ്പ്പോഴും ഉച്ചയ്ക്ക് 12 മണിയായിരിക്കും. മിഡ് നൈറ്റ് കാണുന്ന ഭാഗത്ത് എല്ലായ്പ്പോഴും അർദ്ധരാത്രി 12 AM ആയിരിക്കും എന്നുള്ളതാണ്. നൂൺ ഭാഗത്ത് PM മിഡ് നൈറ്റ് കാണുന്നിടത്ത് AM ആയിരിക്കും. സൺറൈസ് കാണുന്ന ഭാഗത്ത് 6 AM സൺസെറ്റ് കാണുന്നത് 6 PM ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ ടൈം പെർമനൻ്റായിട്ട് ഇതേപോലെ നിൽക്കുകയാണ്. ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ഇതിലൊരു വേരിയേഷൻ ഉണ്ടാകുന്നത് എന്നാണ്. ഇനി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ 2 വശങ്ങളിലും 2 ഡേ ആണ് എന്ന് പറയുന്നു. 24 മണിക്കൂറാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ 2 വശങ്ങളിലുമുള്ള സമയ വ്യത്യാസം. അതിനുള്ള പ്രധാന കാരണം ഇത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ട് നമുക്കൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് മനുഷ്യൻ്റെ ഒരു കണ്ടെത്തലാണ്. അപ്പോൾ എവിടെ നിന്ന് ഒരു സ്റ്റാർട്ട് ചെയ്യണം, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്താലേ അത് ഒന്ന് തീർക്കുകയും വേണം, അടുത്ത ഡേ തുടങ്ങുകയും വേണം. അങ്ങനെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പോയിൻ്റാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ മിഡ് നൈറ്റ് എത്തുമ്പോൾ 11:59 AM എത്തുമ്പോൾ ഒരു ദിവസം പൂർത്തിയായി 12 AM ആയി. ഇപ്പോൾ ഒരു പുതിയൊരു ദിവസമാണ് കയറി വരുന്നത്. സാറ്റർഡേ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ ഇത്രയും കയറി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനാണ്. ആ വെള്ള കളറിൽ, റെഡിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വെള്ള കളർ കാണുന്നുണ്ട്. അതിന് പിന്നിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും സാറ്റർഡേ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോൾ അർദ്ധരാത്രിയാകുന്നു അവിടെ അടുത്ത ദിവസത്തേക്ക് കടന്നു കഴിഞ്ഞു. ഇങ്ങനെ വന്നു. ഇനി വളരെ കുറച്ച് ഏരിയയും കൂടെ ആകുമ്പോൾ സാറ്റർഡേ പൂർത്തിയാകും. സാറ്റർഡേ 11:59 PM വരെയുള്ളൂ. 12 AM എത്തിയപ്പോൾ അടുത്ത ദിവസമായി. ഇപ്പോൾ സൺഡേ ആണ്. ആ മറ്റേ നീല കളർ കാണുന്നത് സാറ്റർഡേ ആണ്, ഒരു ദിവസം പിന്നിൽ കിടക്കുകയാണ്. ഇപ്പോൾ കയറി വരുന്നത് സൺഡേ ആണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാണ്. 2 സൈഡിലും 12 PM ആയിരിക്കും. വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വ്യത്യാസമാണ്. 24 മണിക്കൂറാണ്. ഇപ്പോൾ തന്നെ 6 PM ആയി. സന്ധ്യയ്ക്ക് 6 മണി. ഇത് 2 വശത്തും സന്ധ്യ തന്നെ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് 24 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് 2 വശങ്ങളിലും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയേ, നേരം വെളുത്തു വരുന്നു. ഈ 2 വശങ്ങളിലും നേരം വെളുത്തു വരുന്നുണ്ട്. പക്ഷേ 2 ദിവസമായിരിക്കും എന്നുള്ളതാണ്. ഒരു ദിവസം ഒരു സൈഡിൽ സാറ്റർഡേ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സൈഡിൽ സൺഡേ ആയിരിക്കും. ഇതാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ തന്നെ സൺസെറ്റിലെത്തി 6 PM ആണ്. 2 വശങ്ങളിലും 6 PM ആണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. 2 വശങ്ങളിലും 6 PM ആണ്. പക്ഷേ 2 ദിവസമായിരിക്കുമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ സൺ റൈസിലോട്ട് വരുന്നു. സൂര്യൻ ഉദിക്കുന്നത് കൃത്യമായിട്ട് അവിടെ ഉദിച്ചിരിക്കും. മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ 2 വശത്തിലും 6 AM ആണെങ്കിലും 2 ഡേ ആയിരിക്കും എന്നാണ്. ഇപ്പോൾ തന്നെ 12 മണി. 2 വശങ്ങളിലും 12 PM ആണ്. പക്ഷേ 2 ഡേ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ വ്യത്യാസം. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് വരുന്ന എല്ലാ രാജ്യങ്ങളും അടുത്ത ദിവസത്തേക്കാണ് പോകുന്നത്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനാണ് ആദ്യം അടുത്ത ഡേ ആകുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്ത ഡേ ആയി കഴിഞ്ഞു. ഇനി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിൻ്റെ തൊട്ട് പിന്നിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും അടുത്ത ഡേ ആണ് എന്നുള്ളതാണ് ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് 11:59 കഴിഞ്ഞ് 12 ആകുമ്പോൾ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നു. അടുത്ത വർഷമായിട്ട് കണക്കാക്കുന്നത് അടുത്ത ദിവസമാണ് 12 AM എന്ന് പറയുന്നത്. രാത്രിയാണ് 12 AM. നട്ടുച്ചയ്ക്ക് എന്ന് പറയുന്നത് 12 PM ആണ്. ഓക്കെ.